ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കുറെ നാളായിട്ട് വിചാരിക്കുന്ന ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യാമെന്ന് അതിനുള്ളൊരു അവസരം അങ്ങോട്ട് കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ മലപ്പുറത്തോട്ട് പോവാണ്. ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്, ഒരു ക്രിയേറ്റർ ഫ്രണ്ടിനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു വ്ളോഗ് എടുത്തുകൂടാ. കണ്ണൊന്നും നോക്കണ്ട, കണ്ണൊക്കെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുകയാണ്, ഉറക്കം ശരിയല്ല രാത്രിയിൽ. അപ്പോൾ നമ്മൾ ഇന്ന് മലപ്പുറത്തോട്ട് പോവുകയാണ്. നമ്മുടെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ചുമ്മാ ഒരു ചിൽ EV ഡ്രൈവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഇതുവരെ ഹാരിയറിൻ്റെ ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ പിന്നെ പോകുന്ന വഴിക്ക് ഹാരിയറിന്റെ ഒരു റേഞ്ച് ടെസ്റ്റ് കൂടെ ചെയ്യാമെന്ന് എടുക്കുന്ന വ്ളോഗാണ്. സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനാണെങ്കിൽ ഇന്നലെ 100% വണ്ടി ചാർജിൽ ഇട്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു 10-30 കിലോമീറ്റർ ഓടേണ്ടി വന്നു പെട്ടെന്ന് കുറച്ച് പരിപാടിക്ക്. അപ്പോൾ ഇപ്പം ചാർജ് എന്ന് പറയുന്നത് 86% ചാർജ് ഉണ്ട്. 343 കിലോമീറ്റർ ഓടും. ഇവിടുന്ന് അറൗണ്ട് ഒരു 400 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. 300 സംതിങ് കിലോമീറ്ററേ ഉള്ളൂ മലപ്പുറത്തോട്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി എറണാകുളം, തൃശ്ശൂർ ഇവിടെയൊക്കെ നിർത്തി ചില്ലടിച്ച് പോകാനാണ് പ്ലാൻ. ഞാൻ രാവിലെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. നിങ്ങൾ എൻ്റെ ടേബിൾ കണ്ടിട്ടില്ലല്ലോ, മൊത്തം മെസ്ഡാണ് കേട്ടോ. ഇവിടെ ഒരു ലാപ്പ് ഉണ്ട്, അതെല്ലാം എടുത്ത് ഞാൻ വെച്ചു. എല്ലാം എടുത്ത് ഞാൻ ബാഗിൽ വെച്ചു. ഇനിയും ചാർജർ, മൈക്ക് ഒന്നും കൊണ്ടുപോയില്ലല്ലോ അല്ലേ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് DJയുടെ ആക്ഷൻ 5 Pro എന്ന് പറഞ്ഞ ക്യാമറയിലാണ്. അപ്പോൾ ഞാൻ ആക്ഷൻ 6 എടുക്കാൻ എനിക്ക് പ്ലാനുണ്ട്. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, ഈ സാധനം എങ്ങനെയുണ്ട്, എൻ്റെ പരിപാടി നടക്കുമോ എന്ന് അറിയാൻ വേണ്ടി അവൻ്റെ 2-3 ദിവസത്തേക്ക് കടം മേടിച്ചു. 2-3 ദിവസമല്ല, ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് എടുത്തിട്ട് ലൈക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട്, എൻ്റെ പർപ്പസിന് പറ്റതാണെന്നും കൂടെ നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ. ഇന്നത്തെ വ്ളോഗ് മൊത്തം ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, നാളത്തെ എല്ലാം വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇതിനകത്തായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ബാറ്ററി എക്സ്ട്രാ ഉണ്ട്. മൊത്തം 3 ബാറ്ററി ഉണ്ട്. അപ്പോൾ ഒരു 3 മണിക്കൂർ എങ്ങനെ പോയാലും ബാക്കപ്പ് കിട്ടും. അപ്പോൾ എനിക്ക് മാറ്റി ഉപയോഗിക്കാനാണ്. പിന്നെ ടൈപ്സ് വെച്ച് ചാർജ് ചെയ്യാം. ഗൈസ്, ലെറ്റ്സ് ഗോ. ഗുഡ് ബൈ റൂം 2-3 ദിവസം കഴിഞ്ഞാണ്. അലക്സ, ടേൺ ഓഫ് സ്റ്റുഡിയോ. ഗൈസ്, അപ്പോൾ എനിക്ക് എൻ്റെ അനിയത്തി ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു തന്നിരിക്കുകയാണ്. അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. ഓക്കെ, പഠിക്കുമായിരുന്നു നമ്മളെ. ഞാൻ വ്ളോഗൊക്കെ എടുത്തു തുടങ്ങി. ഗൈസ്, ഇതാണ് അവളുടെ സ്റ്റഡി ടേബിള്. വീട്ടിൽ വേറെ ഏതൊക്കെ സ്ഥലം എവിടെയൊക്കെ ഉണ്ടോ, പക്ഷെ അതൊന്നും പോരാ. എൻ്റെ അനിയത്തിക്ക് എൻ്റെ ഹാളിൽ ഡൈനിങ് ടേബിളിൽ തന്നെ വന്നിരുന്നു. അതെ, പോകുന്നവരെല്ലാം കാണണമെന്നാണ് പറയുന്നത്, പഠിക്കുന്നത്. അവിടെ പോന്നു. ഞങ്ങളുടെ മീനിനെ കൂടെ കാണിച്ചു തരാം. കണ്ടോ, കുറേ മീനുണ്ടായിരുന്നു ഗൈസ്, എല്ലാം പോയി. ഇപ്പോൾ ഒറ്റയ്ക്കായി ഇവൻ. അപ്പം ഫൈറ്റർ മാത്രമുണ്ട്. വെള്ളം മാറ്റുന്നില്ല, ബേസിക്കലി തിരിഞ്ഞു നോക്കുന്നില്ല. അതാണ് സത്യം. ഇതിനകത്ത് ഇടിയപ്പം, കിഴങ്ങേറി. ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം കഴിച്ചിട്ട് പോയാലും പോകുന്ന വഴിക്ക് പൊറോട്ട കഴിക്കും, അത് വേറെ കാര്യം. കഴിച്ചിട്ട് വരാം. എനിക്ക് രാവിലെ ABC ജ്യൂസ് ഉണ്ടാക്കി തരികയാണ് ഗൈസ്. ABC ജ്യൂസ് എവിടെ വരെയായി? B വരെ ആയോ? ചില ദിവസങ്ങളിൽ ABCക്കകത്ത് A ഇടാറില്ല ഗൈസ്. A ഇവിടെ മുക്കും. ആയോ? വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല ഗൈസ് കുടിക്കാൻ. പിന്നെ നമ്മളൊരു ഇതും കുടിക്കും. എന്ത്? ജിഞ്ചർ, നാരങ്ങ, BC, ക്യാരറ്റും ബീട്രൂട്ടും അല്ലേ, ഇത്ര ഇടാറുണ്ട്. A ഇടത്തില്ല, അതുകൊണ്ട് മധുരം ഇച്ചിരി കുറവായിരിക്കും. ഈ ഒരൊറ്റ ബാഗ് കൊണ്ടുവന്നുള്ളൂ. ഇതിനകത്തൊരു 3 സെറ്റ് തുണിയും പിന്നെ ലാപ്പും നമ്മുടെ ടെക് ഐറ്റംസും അങ്ങനെ സാധനങ്ങളും മാത്രമേ കൊണ്ടുവന്നുള്ളൂ. എടി, ഞാൻ ഇന്ന് പോയിട്ട് ഇന്ന് 25 പോയിട്ട് 27 വരും. ഇവള് IVക്ക് പോകണം. എന്നാ നീ IVക്ക് പോകുന്നത്? 30-30 പോയിട്ട് എന്ന് വരും. എവിടൊക്കെയാ പോന്നെ? കേക്കട്ടെ, എവിടൊക്കെയാ പോന്നെ? ഭയങ്കര ട്രിപ്പാ ഗൈസ്. 7 ദിവസത്തെ വലിയ IV ആണ്. അവരുടെ കോളേജ് ശ്രീബുദ്ധേന്ന് പോവാണ്. എഞ്ചിനീയറിംഗ് 3rd ഇയർ ആയി. ചോദിക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ ചോദിക്കും, ആര് ചോദിച്ചത്? ഉറക്കത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ടായി ചാടി പോകുന്നത്. എല്ലാവരും മുമ്പിലോട്ട് വന്നേ. തീര് വരുന്നത് മതി, ഇത്രയും മതി, കുടിക്കാം. ഓ വാവ്, ജ്യൂസ് റെഡി ഗൈസ്, ജ്യൂസ് റെഡി. പൊട്ടെ അത്ര മതി. ഒത്തിരി ഇട്ട് പിഴിയാതെ. മതി, അത്ര മതി. ഒത്തിരി പിഴിഞ്ഞ ഇതാണ് നമ്മളെ സാധനം. നൈസല്ലേ അയാളൊക്കെ? ഇതാണ് കുടിച്ച് കഴിയുമ്പോൾ ഉള്ള അവസ്ഥ. എടി, കുടിക്കുമ്പോൾ അപ്പം തന്നെ കുടിച്ച നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ലിപ്സ്റ്റിക് ഇട്ട പോലെ അല്ലേ? സാധനങ്ങളൊക്കെ ആയിട്ട് പോവാണ് ഗൈസ്.
ഇതാണ് നമ്മുടെ ഗറേജ്. കുറച്ച് ഒരു ഒരെണ്ണം കൂടെ മിസ്സിംഗ് ഉണ്ട് ഇവിടെ. കുഞ്ഞമ്മയുടെ വീട്ടില, അപ്പുറത്തെ വീട്ടിൽ കിടക്കുക. ഇല്ല അമ്മ ഞാൻ നോക്കിയ. സോ ലെറ്റ്സ് ഗോ. ഓരോരുത്തരെ വഴിയിൽ നിന്ന് പിക്ക് ചെയ്യണം ഗൈസ്. അവരെല്ലാം ഓരോ സ്ഥലത്തിരിക്കുകയാണ്. രണ്ടുപേര് തട്ടാമ്പലത്തിൽ നിന്ന് പിക്ക് ചെയ്യണം, ഒരാളെ ഹരിപ്പാട്ടൊന്ന് പിക്ക് ചെയ്യണം. റേഞ്ച് ടെസ്റ്റ് നോക്കാൻ വേണ്ടി ഇപ്പോൾ പറ്റുമോയെന്ന് ചോദിച്ചാൽ 86% ചാർജ് ഉണ്ട്. 86%ൽ 343 കിലോമീറ്റർ ഓടുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ട്രിപ്പ് റീസെറ്റ് ചെയ്തിട്ടേക്കാം. ശരിക്കും ഇത് 100%ലാണ് നോക്കണ്ടേ. നമുക്ക് എന്തായാലും ഈ ഒരു ആവറേജ് നോക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരുന്ന വഴിക്ക് അങ്ങനെ പിടിക്കാം. സോ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സമയം അറൗണ്ട് 8 മണിയായി. 8 മണിക്ക് ഞാൻ എല്ലാവരോടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരാൻ വന്നിട്ടുണ്ട്. പോകുന്ന വഴിക്ക് പ്രാന്തനെ പിക്ക് ചെയ്തതിന് മുമ്പ് സാഗറിനെയും അലനെയും പിക്ക് ചെയ്യണം, നമ്മുടെ ടെക് ബൈ അലൻ. അപ്പോൾ അവർ രണ്ടുപേരും തട്ടായമ്പലത്തിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തട്ടാരമ്പലത്തിൽ നിന്ന് അവരെ പിക്ക് ചെയ്തതിന് ശേഷം ഹരിപ്പാട് നങ്ങിയാറ് കുളങ്ങരയിൽ നിന്ന് പ്രാന്തനെയും പിക്ക് ചെയ്യും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവരെ 3 പേര് മൊത്തം നമ്മൾ 4 പേരായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് പോകണ്ടല്ലോ. ഇത് ടി വി കാണുന്നവർ എവിടെ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ഇരുന്ന് കണ്ട അടുത്ത വീഡിയോ ഇടാൻ പൈസ കിട്ടത്തില്ല യൂട്യൂബിൽ നിന്ന്. യാ ഗൈസ്, അപ്പോൾ നമ്മൾ സാഗറിനെ വീട്ടിൽ നിന്ന് പൊക്കിയിട്ടുണ്ട്. സാഗർ ഹായ് പറയൂ. സിഗ്നലാ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ വ്ളോഗിലെയും പരിപാടി പോലെ പ്ലാൻ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. ഇപ്പം അലൻ ലേറ്റ് ആയി, ടെക് ബൈ അലൻ ലേറ്റ് ആയി. അപ്പോൾ അവനോട് ഞാൻ ഹരിപ്പാട്ടോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ തട്ടാമത്ത് വരാനായിരുന്നു പറഞ്ഞിരുന്നത്, അവൻ ബസ്സിലാണ് വരുന്നത്. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിനിയും പോകുന്ന വഴിക്ക് ഹരിപ്പാട്ടൊന്ന് പിക്ക് ചെയ്ത് പോകും. നങ്ങിയാറുകുളങ്ങരയിൽ പ്രാന്തം നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ ആണ് മാവേലിക്കരയിൽ സാഗറിനെ പിക്ക് ചെയ്തിട്ട് സാഗറിൻ്റെ ഹോം ടൗണിൽ നിന്ന് പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അല്ല, സാഗറിൻ്റെ ഹോം ടൗൺ ആണല്ലോ മാവേലിക്കര. ഞാൻ ആറന്മുളക്കാരനാണല്ലോ. ഞാൻ പത്തനംതിട്ട സാറേ, പത്തനംതിട്ട. എന്തൊരു ഇത്ര ബസ്, എന്തോ പരിപാടി ഉണ്ട്. അങ്കിളുമാരുണ്ട്, എന്തോ പരിപാടിക്ക് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാൻ രാവിലെ. ഇവൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തെന്നാണ് പറയുന്നത്. കഴിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ ലേറ്റ് ആയതുകൊണ്ട് കഴിക്കത്തില്ലായിരിക്കും. ഇനി ബ്രഞ്ച് ഇനി നമ്മൾ ബ്രഞ്ചിനെ നിർത്തുന്നുള്ളൂ. കാരണം സമയപരിമിതി വളരെ ഇപ്പൊ നമ്മൾ ലേറ്റ് ആണ്. 1 മണിക്കൂർ ലേറ്റ് ആണ്. 1.5 മണിക്കൂർ നമ്മൾ ലേറ്റ് ആണ് ബേസിക്കലി. അവിടെ തട്ടെ ഹരിപ്പാട് കണ്ടോ ഗൈസ്, എന്ത് പണി നടക്കുമെന്ന് നോക്ക്. ഇവിടെ മൊത്തം പൊടിയായി. കായംകുളം ടു ഹരിപ്പാട് റോഡ് ഉണ്ടല്ലോ, ഇന്നലെ പോയി. അന്യായ അഴുക്കും ചെളിയും പൊടിയും. എനിക്ക് തോന്നുന്നു ബാക്കി എല്ലായിടത്തേയും പണി കഴിഞ്ഞിട്ടുണ്ട്. കാത്തിരിപ്പിന് അവസാനം 1.5 മണിക്കൂറാണ് ഈ വെയിലത്ത് ഞാൻ നിന്നത്. 1.5 സ്വാഭാവികം. എവിടെ പോകുന്നത് ഡ്രസ്സൊക്കെ ഇട്ട്? കല്യാണ നാളെ ഇന്നല്ല. അല്ല, എന്റെ വീട്ടിൽ വന്ന് കയറാന്ന് വിചാരിച്ചു. പോന്ന വഴിക്കല്ലേ? ഈച്ചയോ? അതിനെ കൂടെ ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി ഗൈസ് ഹരിപ്പാട് സ്റ്റാൻഡിൽ നിന്ന് അലനെയും കൂടെ പിക്ക് ചെയ്യണം. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ പോസ്റ്റ്? 1 മണിക്കൂർ? 1.5 മണിക്കൂറോ? വെയിലൊക്കെ ഭയങ്കര ചൂടാ. പൊടി ഉണ്ടായിരുന്നോടാ? എടാ ഞാൻ തിന്നടാ കുറെ പൊടി. അപ്പൊ വിശപ്പില്ലല്ലേ ഇനി? ഞാൻ തുപ്പും കൊണ്ടല്ലോ കറുത്ത കളർ. ഈ ബസ്സിലും ബൈക്കിലൊക്കെ പോകുന്നവരെ സമ്മതിക്കണം. അതിന്റെ കൂടെ അവിടെ KSRTC എഴുതി വെച്ചേക്ക റോഡെല്ലാം റെഡി ആയി. ശരി, പ്രജി കൊല്ലത്ത് പോവാന്ന് പറഞ്ഞപ്പോൾ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ ആ റൂട്ടിലുണ്ട്. ഞങ്ങളിപ്പം ഹരിപ്പാട്, ഇത് അവിടെ ബസ് സ്റ്റാൻഡാണ് ഹരിപ്പാട്. അപ്പോൾ അവൻ 2:30 വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഒരു ഹായ് കാണിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഞാൻ വണ്ടി ഫുൾ കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അല്ലേ ഗൈസ്. ഈ കളർ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണ്? BMW X5 മനസ്സിൽ കണ്ടെടുത്ത ഹാരിയർ ഇല്ലേ? ആ ഒരു ഇതില്ലേ? എടാ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടാ പ്രാന്ത? എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട്? കൊള്ളാലോ. വേഗം വെച്ച് പൊടി. അതുകൊണ്ട് ഗൈസ് ദൂരേന്ന് വരുന്ന നോക്ക്. എന്ത് രസമുണ്ടല്ലേ ബാക്കിൽ നിന്ന് കാണാൻ. ഇത് ഹാരിയർ പോലെ ചിലപ്പോൾ ബ്രേക്ക് കാണത്തില്ല കേട്ടോ. എവിടെ പോകുന്നു ബ്രദർ? എൻഗേജ്മെന്റ്. ഹായ്. ഹലോ. ഇവനെയാണ് എൻഗേജ്മെന്റ്? എന്നിട്ടാണ് നീ താമസിച്ചത്? എത്ര മണിക്കാ? എന്റെ സമയം കൊല്ലത്ത് എത്തണ്ടേ? എല്ലാരും വ്ളോഗിൽ ഹായ് പറയൂ. അപ്പൊ കൺഗ്രാജുലേഷൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അവനെ വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ പോയിട്ട് വണ്ടി കഴുകുവോ? എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? എന്റെ ഔട്ട്ഫിറ്റ് ഭയങ്കര എസ്തെറ്റിക്. ഇപ്പൊ കൊണ്ടുപോയ എസ്തെറ്റിക്കിന് സൗണ്ട് ഇല്ല, മ്യൂട്ടാ ഓഫാ. മണ്ണെല്ലാം കയറി.
ഇനിയും 10 മിനിറ്റ് എടുക്കുമെന്നേ. പ്രസൻസ് ആട്ടോ. ഞാൻ അതെ. ലോങ്ങിൽ നിന്ന് മനസ്സിലാക്കി പ്രജ ചെയ്യുന്നത്. See you. കയറിയോ? ഒരു മിനിറ്റ്. പുതിയ ശീലങ്ങളൊക്കെ. യെസ്, അവര് പോയി. BMW ഫാൻ ബോയ്. എന്താ എനിക്ക് ആ വണ്ടി കാണുമ്പോ കെട്ടിപ്പിടിക്കാന്ന് പറയൂ. ആരെ? അല്ല വണ്ടീനെ. അങ്ങനെയാണേ ഓക്കെ. അല്ല BMW ഏത് 3 ആണെങ്കിലും 5 സീരീസ് ആണെങ്കിലും ഏത് സീരീസ് ആണെങ്കിലും റോഡ് പ്രസൻസ് BM-നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഏത് വട്ടിക്ക്. ഇത്ര ഡ്രസ്സും കൊണ്ടാണോ വന്നേ? നിനക്ക് ഇത്ര ഡ്രസ്സേ ഉള്ളോ? നാളത്തേക്ക് മറ്റന്നാളത്തേക്കല്ല ആണല്ലേ? ഇത്രയും മതിയല്ലേ? ഞങ്ങൾക്ക് 2 പെട്ടിയായി. അത് കൊള്ളാം. അപ്പൊ ചാർജറൊക്കെയോ? ചാർജർ പോക്കറ്റിലുണ്ടല്ലേ? ഗൈസ്, സലൻ വന്നിരിക്കുന്നു ആഫ്റ്റർ 2.5 മണിക്കൂർ. എവിടെയായിരുന്നു? അപ്പൊ നീ എത്ര മണിക്ക് ഇറങ്ങാടാ? ഞാൻ ബസ് കയറിയതാ 6:45 7 മണിക്ക് ബസ് കയറി 6:45 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത്രയും ടൈം എടുക്കും ഞാൻ പോയി പ്രതീക്ഷിച്ചു. അയ്യോ ഗൈസ്, 10 മണി. നമ്മൾ നല്ല ഡിലേ ആണ് ഗൈസ്. നമ്മളിനിയും 2:30 ആകുമ്പോഴേ തൃശ്ശൂർ എത്തത്തുള്ളൂ എന്നാണ് കാണിക്കുന്നത്. ഒരു ഉച്ചയാകുമ്പോഴത്തേക്കെങ്കിലും കൊച്ചി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പം നമ്മൾ ചേർത്തല ബ്ലോക്കിൽ കിടക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ ബ്ലോക്കിൻ്റെ കാര്യമല്ലേ? ചേർത്തലയിലെ പണി നടക്കുന്നതുകൊണ്ട് വൻ ശോകമാണ്. അപ്പോൾ നമ്മളിപ്പം 88 കിലോമീറ്റർ ഓടി 196 വാട്ട്സ് ആണ് 1 കിലോമീറ്ററോടെ നമുക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. 61% ബാറ്ററിയായി 260 കിലോമീറ്റർ ബാക്കി ഓടുമെന്നാണ് കാണിക്കുന്നത്. ആൻഡ് സാഗർ ഇവിടെയുണ്ട്, ആൻഡ് ഇവിടെ അലനുണ്ട്, ആൻഡ് ഭ്രാന്തനുണ്ട്. ഇത്ര ആൾക്കാരുണ്ട്. ഡ്രൈവിങ്ങിൽ അപ്ഡേറ്റ്സ് ഒന്നും തരാനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വേണമെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഹൈവേ എത്തിയിട്ട് ഒരു ഡ്രൈവിംഗ് അതൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അവിടെ ദൂരെ മോളിൽ ഒരാൾ പെയിൻ്റടിക്കുന്നുണ്ടോ ഗൈസ്? അപ്പോൾ നമ്മൾ 183 കിലോമീറ്റർ സഞ്ചരിച്ച് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയ്ക്കകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് പോയ ചാർജ് 85 എന്നാണല്ലോ നമ്മൾ എടുത്തത്. ഇപ്പോൾ അറൗണ്ട് 31% ചാർജ് മാറിയിട്ടുണ്ട്. ഇനി 149 കിലോമീറ്ററാണ് ഇനി ബാലൻസ് ഓടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കണമല്ലോ, ബ്രേക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ചാർജ് മോഡിന് ചാർജ് സ്റ്റേഷൻ അവിടെ ഇവിടെ കുറച്ചുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ജോസേട്ടൻ്റെ സിനിമാ കമ്പനി അങ്ങനെ ഒരു ഹോട്ടലുണ്ട്. റീൽസിലൊക്കെ കണ്ട് ഭയങ്കര ഫേമസ് ഹോട്ടലാണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചും അവിടെ പോയി കഴിക്കാം. അപ്പോൾ അവിടെ നിന്ന് ഒരു 400-500 മീറ്ററിൻ്റെ അപ്പുറത്ത് ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, ചാർജ് മോഡിൻ്റെ. അപ്പോൾ അവിടെ കയറ്റി വണ്ടി ചാർജിലിട്ട് 30 കിലോവാട്ടിൻ്റെ. പക്ഷേ കുഴപ്പമില്ല, അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാന്നുള്ള മൂടാ. 60 കിലോവാട്ടിൻ്റെ പുറകിൽ ബെൻസിൻ്റെ ഷോറൂമിലും അവിടെ ഇവിടെയൊക്കെ കുറേ ചാർജ് മോഡിൻ്റെ ചാർജിങ് സ്റ്റേഷൻസ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു ഏതാണെങ്കിലും ഓക്കെയാ. പക്ഷേ ഇതിപ്പോൾ കഴിക്കും കൂടെ ചിലപ്പോൾ ആ സമയം എന്തായാലും ചാർജിങ്ങിന് പോട്ടേന്ന് വെച്ചിട്ട് നമുക്ക് ചുമ്മാ ടോപ്പ് ചെയ്താൽ മതി. എത്താൻ ഇനി 5 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ചാർജിങ് സ്റ്റേഷനിൽ എത്തും. എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. 2 hours later. ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി ഇടയ്ക്കൊന്ന് ചാർജ് ഇട്ടായിരുന്നു. വണ്ടി നമ്മൾ 30% ആയപ്പോൾ 74%-ലോട്ട് നമ്മൾ ചാർജ് ഇട്ടായിരുന്നു. ഇപ്പം അറൗണ്ട് കാണിച്ചു കൊടുത്തു അടുത്തോട്ട് വന്നു. ഇപ്പോൾ നമ്മൾ 54% വണ്ടി ആയിട്ടുണ്ട്. മൊത്തത്തിൽ 270 കിലോമീറ്റർ ഓടി. അപ്പോൾ പെർസെൻറ്റേജ് കണക്ക് വെച്ച് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. എൻ്റെ ആവറേജ് എനിക്ക് കിട്ടുന്നത് എൻ്റെ ഓടിപ്പിന് ഇപ്പം കയറ്റോ ഇറക്കും ഹൈവേ മിക്സ് ചെയ്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി മലപ്പുറം എത്താറായി. ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അറിയാമല്ലോ നിങ്ങൾക്ക്. അത് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്കിനി ബേസിക്കലി 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ നമ്മുടെ ഈ സ്ഥലത്തോട്ട്, നമ്മൾ ഈ പോകുന്ന സ്ഥലത്തോട്ട് 1 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ 200 വാട്ട്സാണ് നമുക്ക് പെർ കിലോമീറ്റർ ഓടുന്നതിന് ആവറേജ് കറണ്ടിൻ്റെ കൺസപ്ഷൻ, ബാറ്ററിയുടെ കൺസപ്ഷൻ വന്നിട്ടുള്ളത്. ഞാൻ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് അവിടെ ചെന്നിട്ട് ഫ്രഷ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ നമ്മൾ കല്യാണ ചെറുക്കനെ കണ്ടിട്ടുണ്ട്. ഹായ്, ബ്ലോഗിൽ ഹായ് പറയൂ ഗൈസ്. ഇതാണ് നമ്മുടെ മുഹമ്മദ് ജലാൽ, ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റർ. കൺഗ്രാജുലേഷൻ, നാളെ കല്യാണം. പെട്ടെന്ന് ബ്ലോഗാണ്. പ്രാന്ത ബാ പറയുക. അപ്പോൾ കല്യാണ വിശേഷങ്ങൾ പറയൂ, കേൾക്കട്ടെ. എങ്ങനെയാണ്, അറേഞ്ച്ഡ് മാരേജ് ആണോ? അറേഞ്ച്ഡ് മാരേജ് ആണോ? ഓ മൈ ഗോഡ്. ഓക്കെ, പിന്നെ മാട്രിമോണി കണ്ടു, പെണ്ണുണ്ടു, സെറ്റായി, കല്യാണം ഉറപ്പിച്ചു, കല്യാണത്തിന് വിളിച്ചു, കല്യാണത്തിന് എത്തി. അപ്പോൾ 26-ാം തീയതി രാവിലെ 10 മണിക്ക് 11 മണിക്ക് നിക്കാഹ് പ്ലസ് വെഡിങ്. യെസ്. അപ്പോൾ രാവിലെ നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന ഏതോ ഒരു മോളിൽ എത്തിയിട്ടുണ്ട്. കൊള്ളാം ആക്ച്വലി. ക്യാപിറ്റൽ മോൾ മലപ്പുറം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ ഇവിടുന്ന് ഇനി ഞങ്ങളെ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ വ്ളോഗ് എടുത്തു. ഇതിൻ്റെ വ്ളോഗിൽ അങ്ങനെ വന്നിട്ടില്ലല്ലോ? അതെ, യെസ്, ചാത്തൻ്റെ കല്യാണത്തിന് നമ്മൾ കണ്ണൂർ വെച്ച് അങ്ങനെ ആ വ്ളോഗിൽ കണ്ടിട്ടുണ്ടല്ലേ? നിങ്ങളല്ലാതെ ഇതിനകത്ത് യെസ്. കല്യാണത്തിൻ്റെ എക്സ്പെക്ടേഷൻ പറ, കേൾക്കട്ടെ.
ഒരു എക്സ്പെക്ടേഷൻ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ കല്യാണത്തിന്? ഇങ്ങനെ ഇരിക്കണം, ആൾക്കാർ നോക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കണം, ഒരു ടെൻഷൻ വരുമല്ലോ, ഇത്രയോ ആൾക്കാരെ ഫേസ് ചെയ്യണ്ടല്ലേ നാളെ? ടെൻഷനൊന്നുമില്ല. ഇല്ല പ്രാന്ത, ഇവന് ടെൻഷനൊന്നും ഇല്ലെന്ന് കല്യാണത്തിന്. ടെൻഷൻ ആണെങ്കിൽ നമ്മൾ ടെൻഷൻ തെറ്റാക്കാം. കല്യാണം കഴിയുമ്പോൾ ടെൻഷൻ വേണം. അല്ല ഇപ്പൊ ഒരു 1000 പേര് നാളെ മുമ്പിൽ വന്ന് നിൽക്കുമെന്ന് വെച്ചോ, എത്ര പേര് വരുന്നില്ല? ഒരു 500 മുകളിൽ എന്തായാലും വരുന്നില്ല. എല്ലാവരും ഒറ്റടിക്ക് വരില്ലല്ലോ. അതല്ല, ഇന്നത്തോടെ തീരണം അവന്റെ സിംഗിൾ. അതെ ബാച്ചലർ ലൈഫ് ഇന്നത്തോട് തീരുക. അല്ല അങ്ങനല്ല, ഇത് നമ്മളെ വീട്ടിലാണ്. പെണ്ണിന്റെ വീട്ടില് ഇപ്പൊ തന്നെ ഫംഗ്ഷൻ ഇല്ല. ഓ അത് പിന്നെ ഉള്ളൂ, അത് 1 ഇയർ കഴിഞ്ഞിട്ടായിരുന്നു. 1 ഇയർ കഴിഞ്ഞിട്ടോ? ഇപ്പൊ പെണ്ണിന്റെ വീട്ടിന്റെ ഇതിപ്പോ നിക്കാഹ് നമ്മളിപ്പോ പ്ലാൻ ചെയ്തിരുന്നെന്ന് വെച്ചാല് നിക്കാഹ് പിന്നെ 1 ഇയർ കഴിഞ്ഞിട്ട് കല്യാണം ആയിരുന്നു. ഇപ്പൊ നമ്മളെന്ത് ചെയ്തു, നിക്കാഹിന്റെ കൂടെ നമ്മളെ കല്യാണം കൂടി കഴിച്ചു. ഓ അതായത് ബോയിയുടെ സൈഡിലുള്ള മൊത്തം 1 ഇയർ കഴിഞ്ഞിട്ട്. അപ്പൊ അവരുടെ റിലേറ്റീവ്സ് നാളെ വരത്തില്ല? അവരെല്ലാരും ഉണ്ടാവും. അതായത് അവര് വിളിക്കേണ്ട ആൾക്കാർ നാളെ വരത്തില്ല, കുറച്ച് ആൾക്കാരുണ്ടാവും, അടുത്തുള്ള ആൾക്കാർ. ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞങ്ങളെല്ലാം നാളത്തെ കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മലപ്പുറം ടൗൺ ഒന്ന് കറങ്ങി ഇപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ പയ്യൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ എന്നെ കാണത്തില്ലായിരിക്കും, ഈ വെളിച്ചത്തിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം കല്യാണ വീട്ടിലെ വിശേഷങ്ങൾ. എൻ്റെയോ? ഹായ് പറ. ഗൈസ് വീഡിയോ കാണുന്ന 2 എണ്ണത്തിൽ കേട്ടിട്ടുണ്ട്. കല്യാണ വീട് എന്നാ പിടിച്ചോ, സംസാരിച്ചോ? ഒരാളടുത്ത് കാണിച്ചു കൊടുത്താണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ട സ്ഥിതിക്ക് ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ കാണാം. ഞങ്ങൾ അപ്പോഴത്തേക്ക് ഇരുന്നായിരുന്നു. യെസ്, ടേബിളിൽ നമുക്ക് റൈസ് കൊണ്ട് വെച്ചിട്ടുണ്ട്, ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികളെ. നെയ്ച്ചോർ കല്യാണ ചെറുക്ക ഒന്നുകൂടി ഇരിക്കാം, ചുമ്മാ ഇരിക്കേ. സാഗർ ബോളിങ് തുടങ്ങി. സാഗർ എനിക്കൂടെ. ഓക്കെ, നിങ്ങൾ ഒന്നുകൂടെ കറങ്ങിട്ടോ, ഞങ്ങളെ പറ്റി കഴിച്ചിട്ട് വരാം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പിന്നെ യൂട്യൂബിൽ വരും, വേണേ ഒരു ഹായ് കൂടെ പറഞ്ഞു. നമ്മുടെ മെനു ആണ് കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ കഴിച്ചിട്ട് വരാം. ഗൈസ് ഇതാരാ വന്നേക്ക് നോക്കൂ, ഹായ് പറയൂ. എൻ്റെ വ്ളോഗിൽ ആദ്യമായിട്ടല്ലേ? യെസ് ഗൈസ്, ഇത് ഷാൻ. ചാനലിൻ്റെ പേര് പറയൂ, ടെക്കി ഷാൻ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അത് പിന്നെ കല്യാണ ചെറുക്കൻ ഇവിടെ അങ്ങോട്ട് നടപ്പുണ്ട്. ഫുഡ് കഴിപ്പിച്ച് നമ്മൾ ഒരു വഴിയാക്കി. വീട് കൊള്ളാം, എല്ലാ രസമുണ്ടല്ലേ നോക്കി. സിനിമാറ്റിക്. നെയ്ച്ചോറിനെ പറ്റി 2 വാക്ക് പിന്നെ പറയാനുണ്ടോ? മലപ്പുറത്ത് നെയ്ച്ചോറ് എങ്ങനെയുണ്ട്? അതെ, 7 വർഷത്തിന്റെ ആഗ്രഹമാണ് ഇവിടുന്ന് നെയ്ച്ചോറ്. 7 വർഷത്തിന് ശേഷമാണ് നെയ്ച്ചോറ് കഴിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് മന്തി കഴിച്ചത്, അത് വേറെ ചോറ്. കല്യാണച്ചോറ് വേറെ. അതായത് മലപ്പുറത്ത് കല്യാണച്ചോറ് എന്ന് പറഞ്ഞിട്ട് അതൊരു വേറെ സ്റ്റൈലാണ്. ശരിക്കും നെയ്ച്ചോറല്ല, ഇത് കല്യാണ നെയ്ച്ചോറ്. കല്യാണ ബിരിയാണി എന്ന് പറഞ്ഞ വേറെ ബിരിയാണി. ലൈറ്റിംഗ് വിഷയല്ലേ? ലൈറ്റിംഗ് സാഗറിന്റെ വീടിന് ലൈറ്റിംഗ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ലൈറ്റിംഗ് ഇഷ്ടപ്പെട്ടു. ശരി കുറച്ചേരം കഥ പറഞ്ഞിട്ട് ഗൈസ്, നമ്മൾ ചെക്കൻ്റെ റൂമിൽ വന്നിരിക്കുകയാണ്. ഇതാണ് അവൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ്, ഇതവൻ്റെ PC സെറ്റപ്പ്. ഇവിടെ നോക്കിയപ്പോൾ കുറേ പിള്ളേരുണ്ട്. എല്ലാവരും വന്നേ ഒരു വീഡിയോ എടുക്കാം. അവിടെ വരിക എല്ലാവരും. ഹായ് പറ. എല്ലാവരുടെയും പേര് പറയും. ഓക്കെ, മുഹമ്മദ് ആസിഫ്. വേറെ ഓക്കെ. ഓക്കെ, അടുത്ത ആളുടെ പേര് ഇന്റർവ്യൂ. സാഗറിനെ കിട്ടി. അടുത്ത
വീട്ടുപേര് വീട്ടുപേര് ഷിഫു. പിള്ളേരെല്ലാം എല്ലാം വമ്പൻ ആറ്റിറ്റ്യൂഡ് ആണല്ലോ എല്ലാവർക്കും. എല്ലാവരും യൂട്യൂബിലുണ്ടാവും. അവനെക്കാട്ടിലും വലിയ ഫോണോ ഏത് ഗെയിമാണ് കളിക്കുന്നത്? യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ടോ? അലൻ ജോസ് പെരേര നല്ല പാട്ട് പാടും. ആണോ? എന്നൊരു പാട്ട് പാട്. ഓക്കെ, മലയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതുനിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ, ഇരുമൂടിയൊരു വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇളം തന്നലായ തലയിലാന്റെ സുഗന്ധം, ഈടവഴിയേ വരണം അവളുടെ നിർബന്ധം, ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ കണ്ടുപടി അറിയോ? അതുപോലെ കൊടുമൊത്തം നൽകണം എനിക്കും ലൈലാക്ക്, കൊടുവാളൻ തൊണ്ടമായി അരിഞ്ഞതോർത്ത്, കൊടുവാളൻ തൊണ്ടമായി അരിഞ്ഞതോർത്ത്. റാപ്പൊക്കെ പാടോ? റാപ്പ് പാടുവോ? ഷാജി മസ്തൻ സലാമതിക്കും വീരം പാപ്പൻ, ഷാജി പാപ്പൻ നാറ്റം പോകും ചേറി പോകും മൈക്കമ്മന്റെ ഷാജി മസ്തൻ ഗായ്സ്, നിങ്ങളിപ്പോ കേട്ട പാട്ടില്ലേ? എത്രയിലാണ് നീ പഠിക്കുന്നത്? എത്രയിലാ പഠിക്കുന്നത്? UKG-ലാണ് പഠിക്കുന്നത്. അൽഹുദ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ വടപ്പറമ്പ്. നീ സിനിമയിൽ കയറണം. നീ സിനിമയിൽ കയറും മോനെ. നീ സിനിമയിൽ കയറും. സ്കൂളിലാണ് അല്ലാന്ന് അറിയിലും പറഞ്ഞു. സ്വിച്ച് ഓൺ ആക്കണോ? ഒന്ന് യൂട്യൂബ് ഒന്ന് ഇൻസ്റ്റാക്ക്. എടാ മേശ How was the experience, bro? Super. Guys, sky പൊള്ളി. സൂപ്പർ കൊന്നുകൂടി കത്തിക്കണം. എന്റെ കയ്യില് രോമല്ല കത്തിപ്പോയി. ആൾക്കൂടെ കറിച്ച് രോമയുള്ളൂ, അത് കത്തിപ്പോയത്. ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഒരു ഗുഡ് മോർണിംഗ്. ഇത് നെക്സ്റ്റ് ഡേ ആണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ കണ്ട് കുളിച്ച് റെഡി ആയിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ക്യാമറ വണ്ടിക്കകത്ത് വെച്ചേക്കത്, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സാഗർ, രാവിലെ എന്താണ് എവിടെ പുറകിലുള്ളവർ? ഇവിടെ ആരെയും കാണുന്ന പോലും ഇല്ല. അതെ, ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. ഹാപ്പി റിപ്പബ്ലിക് ഡേ. അല്ലല്ല, നമ്മൾ 2 ദിവസത്തിനകം തന്നെ വീഡിയോ വരും. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ രാവിലെ ഇപ്പം 8:45 9 മണിയാകുമ്പോൾ നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ ചെല്ലുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ചെക്കൻ്റെ കൂടെ നമ്മൾ 10 മണിയാകുമ്പോഴത്തേക്ക് കല്യാണ വീട്ടിലോട്ട് പോകുന്നു. ഇതാണ് നമ്മുടെ പരിപാടി. യെസ്. അപ്പോൾ ഇന്ന് കല്യാണമാണ്. ഈ വ്ളോഗ് കല്യാണത്തോട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കാണും. അത് ഞാൻ വൈകിട്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. ഒരു സെക്കൻഡ് ആ കാറ്റിൽ നിന്ന് അവനെ ഒന്ന് വിട്ടിരുന്നെങ്കിൽ.
ഗിഫ്റ്റ് അതെ, ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഓക്കെ ഡൺ. ഓ സെറ്റ്. ഇപ്പൊ ബേസിൽ യൂണിവേഴ്സ് കയറിയത് ഇനി ഞങ്ങൾ കഴിച്ചിട്ട് ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് അവിടെ വ്ളോഗ് ഒന്നും എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. ആൾക്കാർ വന്ന് പൊതിയുന്നു. എന്തൊരു സ്നേഹം ഗൈസ് ആൾക്കാർക്ക്. മലപ്പുറത്ത് മാത്രമല്ല, ഇപ്പം നമ്മൾ മുകളിലോട്ട് വരുന്നു, കൊച്ചിയിൽ നിന്ന് മുകളിലോട്ട് വരുന്നതോറും കഴിഞ്ഞ വർഷം കണ്ണൂർ സൈബർ ചാത്തിന്റെ കല്യാണത്തിന് പോയപ്പോഴും എന്തൊരു സ്നേഹമായിരുന്നു ആൾക്കാർക്ക്. ഇവിടെയും ഫുഡ് കൊണ്ടാണ് ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത്. ഇല്ലേ പ്രാന്തോട് ചോദിച്ചു നോക്കിയേ. ഒന്ന് കഴിച്ച് ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും അവർ പറയും വീണ്ടും കഴിക്കുന്നില്ലേ, എന്നിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ബാ കഴിക്കാം. അതെ, സ്നേഹം എന്ന് പറയുന്ന 5-6 വട്ടം കഴിച്ചങ്ങള് അല്ല, ലൈക്ക് അവരവരുടെ സ്നേഹം കാണിക്കുന്നത് ഫുഡിലൂടെയാണ്. അപ്പൊ ഇങ്ങനെ കഴിച്ചോ എന്ന് പറഞ്ഞാണ് നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല കിഡിലുമായിട്ട് പൊറോട്ട, ചപ്പാത്തി, പുട്ട്, ഇടിയപ്പം, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ ഇതൊക്കെ വെച്ചിട്ട് രാവിലെ അവര് വയറ് നിറച്ച് വന്നായിരുന്നു. ചായ നാരങ്ങ വെള്ളം കുടിക്കുന്ന പോലെ തീരുമ്പോ ഒഴിച്ചോണ്ടിരിക്കുക. ഞങ്ങളെ അവർക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണം. അതെ, അല്ല അവര് വന്നപ്പോ തൊട്ട് നമ്മുടെ അടുത്ത് പറയാം, നമുക്ക് എവിടെയും കറങ്ങാൻ പോകാം, നമുക്ക് എവിടെയും കളിക്കാൻ പോകാം എന്നൊക്കെ പറയുന്നല്ലേ. അവര് ഇന്ന് ഫുട്ബോൾ കളിപ്പിച്ചിട്ട് ഇവിടത്തോളം എന്ന് പറഞ്ഞിട്ട് അവർ രാത്രി 8 മണിയുടെ സ്ലോട്ടിന് ടർഫ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ അയച്ചു തരാൻ. അപ്പോൾ നമ്മൾ ഈ കാർ ഗൈസിനെ കണ്ടിട്ട് നമ്മൾ ഷാനിന്റെ മൊബൈൽ ഷോപ്പ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മലപ്പുറത്ത് തന്നെ. അപ്പോൾ നമ്മൾ അതും പോയി ജസ്റ്റ് അവിടെ നിന്ന് പോയി തല കാണിച്ച് നമ്മൾ നേരെ റൂമിൽ പോകുന്നു, ഡ്രസ് ചേഞ്ച് ചെയ്യുന്നു, ടർഫിൽ പോകുന്നു, കളിക്കുന്നു. ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇന്നത്തെ പ്ലാന്. ഇച്ചിരി പവർ പാക്ഡ് പ്ലാൻ ആയിപ്പോയി. ഇപ്പോൾ നമ്മൾ ബാറ്ററി 100% അല്ല 90% നമ്മൾ ചാർജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറകിൽ ഇനി നമുക്ക് 17 കിലോമീറ്റർ നമുക്ക് ഇനിയും ട്രാവൽ ചെയ്യാനുണ്ട്. 17 ഏതൊരു ടോളിന്റെ അവിടെ വെച്ച് എനിക്കൊന്ന് ഹൈവേയിൽ എവിടെയോ വളവിൽ ഓവർടേക്ക് ചെയ്യുന്നതാണ്. വളവിൽ ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത്. ഞാൻ പോലും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്, പക്ഷെ എപ്പോഴും റിസ്ക് പിടിച്ച വളവിൽ നൈസ് അത് കൊള്ളാല്ലേ. അത് കണ്ടോ, വീടിന്റെ മേളി ബസ് വളവിന് വന്നാന്ന് തോന്നിയത്. നോക്കി ഗൈസ്, എന്ത് രസമുണ്ട് റോഡൊക്കെ. ഇവിടുത്തെ പണി കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി കുറച്ച് നാൾ മുമ്പ് നമ്മൾ കോഴിക്കോട് പോയപ്പോഴേ നല്ല കിഡിലായിരുന്നു. ഇപ്പൊ മലപ്പുറത്തെ റോഡ് ഓൾറെഡി നല്ല പൊളി റോഡായി. കോട്ടക്കൽ ഭാഗത്തുള്ള റോഡ് നമ്മളിപ്പം 5 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ 5 കിലോമീറ്റർ പോകാൻ 5 മിനിറ്റ് മതി, 10 കിലോമീറ്റർ പോകാൻ 10 മിനിറ്റ് മതി. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പക്ഷെ ഇവിടെ ആകെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഒക്കെ വണ്ടി വരുന്നുണ്ട്. ഇപ്പൊ സർവീസ് റോഡ് ശരിക്കും വൺ വേ ആണ് ബേസിക്കലി, പക്ഷെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ സാധനം അതൊന്ന് കാണിച്ചു കൊടുത്തേ. ഇതിപ്പം എക്സിറ്റ് അടിക്കാനുള്ള സാധനമാണ്. അതായത് റോഡിൽ നിന്ന് എക്സിറ്റ് മാത്രം അടിക്കാനുള്ള സംഭവമാണ്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കണ്ടോ, എക്സിറ്റ് മാത്രം അടിക്കാനുള്ള സാധനം. പക്ഷെ ചില ആൾക്കാർ ഇതിനകത്തൂടെ എൻട്രി ചെയ്യും. അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. നമ്മൾ ഭയങ്കര റെസ്പോൺസിബിൾ ഡ്രൈവർ ആയിരിക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇച്ചിരി 2 കിലോമീറ്റർ 5 കിലോമീറ്റർ കൂടുതൽ കറങ്ങിയാലും കുഴപ്പമില്ല. നിങ്ങൾ മാക്സിമം എക്സിറ്റിന്റെ സ്ഥലത്തൂടെ തന്നെ എക്സിറ്റ് ചെയ്യുക, എൻട്രിയുടെ സ്ഥലത്തൂടെ തന്നെ എൻട്രി ചെയ്യുക. പക്ഷേ നിങ്ങളൊരു ഈ പറഞ്ഞ പോലെ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്ന സംഭവം ജീവൻ വരെ കളഞ്ഞേക്കാം. എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, ആൾക്കാരുടെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർക്ക് ആക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ പറയാണ്, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ വഴി തെറ്റിക്കോട്ടെ, ഓക്കെ വഴി തെറ്റും, കാരണം നല്ല കൺഫ്യൂസിംഗ് ആയിട്ടുള്ള എക്സിറ്റും എൻട്രിയും കാര്യങ്ങളൊക്കെയാണ്. യു ടേണും റൗണ്ട് അബൌട്ടൊക്കെ ഫുൾ കൺഫ്യൂസിംഗ് ആണ്. പക്ഷേ ഇച്ചിരി വഴി തെറ്റി ഇച്ചിരി കൂടുതൽ ഓടിയാലും, കാരണം ചീറി പാഞ്ഞ് വരുന്ന വണ്ടിയാണ്. അതായത് 100-ലും 110-ലും 130-ലും 140-ലും 150-ലും ഒക്കെ പോകും. ഇപ്പം ഇത് എൻട്രിയാണ് കണ്ടോ, ഇത് കാണിച്ചു കൊടുത്ത് കണ്ടോ, അതുകൊണ്ട് ആ കാണുന്ന എൻട്രിയാണ് ബേസിക്കലി. അതായത് റോഡിലോട്ട് കയറാൻ വേണ്ടി മാത്രം അത് വളഞ്ഞിരിക്കുന്നുണ്ടോ, ആ സാധനം മൊത്തം വളഞ്ഞിരിക്കുന്നുണ്ടോ. എന്തുകൊണ്ടാ ഇതുപോലെ കയറുന്നവരാ ശരിക്കും. ഞാനൊരു പ്രത്യേക റീൽ ഇടണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഉടനെ റീൽ ഇടാം. കാരണം ഇപ്പം റോഡ് കാണിച്ചു കൊടുത്താൽ ഇതിപ്പം 3 വരി പാതയാണ്. ഓക്കെ, ശരിക്കും നമ്മൾ ഇപ്പം ബസ് പോകുന്നതുകൊണ്ട് 2 വരിയും കൂടെ യൂസ് ചെയ്തിട്ടാണ് ബസ് പോകുന്നത്. ഇപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അതിനൊന്ന് റോഡ് കാണിച്ചു കൊടുത്ത്. ഓക്കെ, ഇപ്പം ഞാൻ പോകുന്നത് ശരിക്കും സ്പീഡ് ട്രാക്ക് എന്നല്ല ഇതിന് പറയുന്നത്, ഇത് ഓവർടേക്കിംഗ് ട്രാക്കാണ്. ഞാനിപ്പോൾ സെൻട്രിൽ കൂടെയാണ് ശരിക്കും പോകേണ്ടത്. ഈ ഹെവി വെഹിക്കിൾസ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലൈനിൽ കൂടെയും, അല്ലാതെ സ്പീഡിൽ പോകേണ്ടത് ഇതുവഴിയും. ഓവർടേക്ക് ചെയ്യുന്നവർ എപ്പോഴും റൈറ്റ് സൈഡിലെ ലൈനിൽ കൂടെ വേണം മാത്രം ഓവർടേക്ക് ചെയ്യാൻ. അതായത് ഓവർടേക്കിംഗ് ലൈൻ മാത്രമാണ് റൈറ്റ് സൈഡിലെ മൂന്നാമത്തേത്. അപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ സെൻട്രിൽ കൂടെയുള്ള ലൈനിൽ കൂടെ മാത്രം പോവുക. അത് ഓർത്തോണം. നമ്മൾ കൺഫ്യൂസിംഗ് ആണ്. ചിലർ വിചാരിക്കും സ്പീഡ് ട്രാക്കാണ്. സ്പീഡ് ട്രാക്ക് ശരിക്കും 4 ലൈനിലാണ് സ്പീഡ് ട്രാക്കിൻ്റെ ആ ഒരു സംഭവം വരുന്നത്. 4 ലൈനിൽ
റൈറ്റ് സൈഡിൽ ഏതാ ഡിവൈഡറിനോട് ചേർന്ന് പോകുന്ന റോഡാണ് 4 ലൈനിൽ സ്പീഡ് ട്രാക്ക്. പക്ഷേ 3 ലൈനിൽ വരുന്ന സമയത്ത് ഇത് 6 വരി പാതയുള്ളൂ. അതിൽ 3 വരിയാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത്, 1 സൈഡ് പോകാനുള്ളത്. അപ്പോൾ ഈ 3 വരിക്കകത്ത് നടുക്കൂടെ പോകണം. നമ്മൾ സ്പീഡിൽ പോകുന്ന സമയത്ത് സ്ലോയിൽ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകണം. ഏറ്റവും റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഞാൻ ഓവർടേക്ക് ചെയ്യുമ്പോൾ റോഡ് കാണിച്ച് ഇപ്പോൾ ഞാൻ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നു. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, കണ്ടോ? ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റിലെ സ്പീഡ് ട്രാക്ക് യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സെൻട്രൽ ലൈനിലോട്ട് വരിക. ഇതാണ് പ്രോപ്പർ 3 ലൈനിൽ യൂസ് ചെയ്യേണ്ട മെത്തേഡ്. ഇത് നിങ്ങൾ ഓർത്തോണം. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തോണം. നിങ്ങളുടെ വീടിന് മുമ്പിൽ ഹൈവേ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ ഹൈവേ ഇല്ലെങ്കിലോ ഒക്കെ അത് നിങ്ങൾ ഓർമ്മയില്ല. എപ്പോഴെങ്കിലൊക്കെ ഹൈവേ വഴി നിങ്ങൾ പാസ് ചെയ്ത് പോകും. അപ്പോൾ ഈ റൂൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരുന്നോണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലൊക്കേഷനിൽ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി, പക്ഷേ ഭയങ്കര വെയിലാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വേറൊരു ലൊക്കേഷൻ റോഡിൽ ഒരു സൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഫോർച്യൂണർ ഉണ്ടോ, ഇതിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കണം. ആൻഡ് ഇത് ഇന്ത്യയിലെ ഫസ്റ്റ് എർട്ടിഗയാണ്. ഇതിൻ്റെ എക്സോസ്റ്റ് സൈഡിലാണ്. അങ്ങനെ കുറേ വിശേഷങ്ങൾ ഈ വണ്ടിക്കുണ്ട്. പോട്ടെ തിരിച്ചോ. ആൻഡ് ചാത്തനും കൂട്ടരും. ചാത്തനെ ഇതുപോലെ വ്ളോഗ് കാണിച്ചില്ല. ഹായ് പറയൂ. ഹായ് വൈഫ് ഹായ് പറയൂ. എങ്ങനെയുണ്ട് കല്യാണ ജീവിതമൊക്കെ? സുഖമായിട്ട് അവിടെ ചെന്ന് നിങ്ങളെ കാണിക്കാൻ ബാക്കി. ഓക്കെ പോട്ടെ. നമ്മൾ ബ്ലാക്ക് എർട്ടിഗ അല്ലെങ്കിൽ ഭയങ്കര രസം. ഒന്നാമതേ നല്ല വണ്ടിയാണ്, ഭയങ്കര ഒന്നാമത് നല്ല പവറുള്ള വണ്ടിയാണ്. 1.5 നൈസ്. പൊട്ടിച്ചവർക്ക് അയ്യോ പോട്ടെ. നമുക്ക് ആ റോഡിലിട്ട് ഷൂട്ട് ചെയ്യാം ഗൈസ്. 3 hours later. നമ്മൾ ഷാനിൻ്റെ കടയിൽ വന്നേ. ഇതാണ് കട, ടെക് ഫിക്സ്. എവിടെ സ്ഥലം? തള്ളുകാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഹായ് മുതലാളി. ഹായ്. കടയുടെ മുതലാളിയൊക്കെ ഇതിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചായിരുന്നു ഗൈസ്, പക്ഷെ വരാൻ പറ്റിയില്ല. എന്തൊക്കെയുണ്ട് ഇവിടെ? ഇവിടെ സർവീസ് ഒക്കെ ഉണ്ടല്ലേ? നൈസ്. കൊള്ളാം. ഇത് ഏത് സ്ഥലം? ഏത്? ഇരുമ്പുഴി. എത്ര നാളായി തുടങ്ങിയിട്ട്? ഏകദേശം ഒരു 7 മാസം. ശരി ഗൈസ്, കുറച്ച് കഥ പറട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ടർഫിൽ പോവാണ്. നമ്മൾ വീട്ടിൽ വന്നു, അല്ല റൂമിൽ വന്നു, ഡ്രസ്സ് മാറി. അവരെല്ലാം ഡ്രസ്സ് മാറുന്നു. ഇനി നമുക്ക് 2 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇവിടുന്ന് 3 കിലോമീറ്റർ. സാഗർ ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. എല്ലാം വൺ സെറ്റപ്പ് ആണോ? എക്സ്ട്രാ ഷൂ വരെ ഉണ്ടത്. എല്ലാം വൺ സെറ്റപ്പ് ആണ്. ഓക്കെ, ഞാൻ ടർഫിൽ എത്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ടർഫിലെത്തിയിരിക്കുകയാണ്. 6 മിനിറ്റ് ലേറ്റായി. 8 മണിക്ക് കളി പറഞ്ഞു. സമീപം 8-7. ഏത് ടൈമിംഗ് ഏതാ? കൊള്ളാലോ, സെറ്റപ്പ് കളിയാണ്. ഹായ്. ഞങ്ങൾ കോട്ടക്കൽ വേറെ ഏതൊക്കെയോ സൈഡിൽ പോയി എവിടെയൊക്കെയോ കറങ്ങി. കൊള്ളാം. ഹായ്. നിങ്ങൾ കാണാൻ പറ്റുന്നൊക്കെ ഇവിടെ നിന്ന് കാണാം. ഓക്കെ, ഫുട്ബോളിൽ അവർ ജയിക്കുന്നത് കൊണ്ടും ക്രിക്കറ്റ് നമ്മൾ ജയിച്ചു. സാഗർ, നമ്മൾ ജയിച്ചു.